എറണാകുളത്തെ പ്രശസ്തമായ ഹോസ്പിറ്റൽ. അമ്മയ്ക്ക് പെട്ടെന്നൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടായപ്പോൾ അമ്മയെയും കൊണ്ട് അവിടെ ചെന്നതായിരുന്നു IT പ്രൊഫഷണലായ രാധിക പിള്ള. അമ്മയെ ICUവിൽ 3 ദിവസമാണ് കിടത്തിയത്. ആ ദിവസങ്ങളിലെല്ലാം ദൈവത്തെ വിളിച്ച് മനസ്സുരുകി പ്രാർത്ഥിക്കുകയായിരുന്നു രാധിക. കാരണം അവൾക്ക് ഈ ഭൂമിയിൽ ആകെയുള്ളത് അവളുടെ അമ്മ മാത്രമായിരുന്നു. രാധികയുടെ പ്രാർത്ഥനയുടെയും ഡോക്ടർമാരുടെ ചികിത്സയുടെയും ഫലമെന്നോണം 3 ദിവസം കഴിഞ്ഞ് ആ പാവം അമ്മയെ ICU വാർഡിലേക്ക് മാറ്റാൻ കഴിഞ്ഞു. മറ്റാരും കൂടെ നിൽക്കാനില്ലാത്തതിനാൽ ഓഫീസിൽ 2 ആഴ്ചത്തെ ലീവിന് എഴുതിക്കൊടുത്ത് രാധിക മുഴുവൻ സമയവും അമ്മയ്ക്കൊപ്പം നിന്നു. ആ ICU വാർഡിൽ രോഗിയുടെ കൂടെ ബൈസ്റ്റാൻഡറായി നിൽക്കുന്നവർക്ക് ആ വാർഡിനകത്തെ ടോയ്ലറ്റോ ബാത്റൂമോ ഉപയോഗിക്കാൻ അനുവാദമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടെ നിൽക്കുന്നവർ ആ ബ്ലോക്കിൽ പുതുതായി പണിത 4ാമത്തെ നിലയിലെ ബാത്റൂമാണ് ഉപയോഗിച്ചിരുന്നത്. അമ്മയെ വാർഡിലേക്ക് മാറ്റിയ അന്ന് അമ്മയുടെ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുത്ത് ആഹാരവും മരുന്നും കൊടുത്ത് രാധിക കുളിച്ചു മാറാനുള്ള ഡ്രസ്സും ബ്രഷും പേസ്റ്റും സോപ്പുമൊക്കെയായി 4ാം നിലയിലേക്ക് പോയി. 3ാം നിലയിൽ നിന്ന് സ്റ്റെയർ കയറി ചെല്ലുമ്പോൾ ഇടത്തോട്ടും വലത്തോട്ടും നീണ്ട ഇടനാഴിയാണ്. ആ നിലയിലെ റൂമുകളിൽ ഒന്നിൻ്റെ മുന്നിൽ മാത്രം MRI സ്കാൻ എന്ന് നീല ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ റൂമിൻ്റെ മുന്നിലൂടെ നടന്ന് ഏറ്റവും അറ്റത്ത് ചെല്ലുമ്പോഴാണ് വാഷ്റൂം. രാധികയുടെ കൂടെ തൊട്ടപ്പുറത്തെ ബെഡിലെ രോഗിയുടെ കൂടെ നിൽക്കുന്ന ചേച്ചിയും ഉണ്ടായിരുന്നു. ഇരുവരും വാഷ്റൂമിലേക്ക് ചെന്നു. രാധികയ്ക്കൊപ്പമുണ്ടായിരുന്ന സ്ത്രീയാണ് ആദ്യം ബാത്റൂമിൽ കയറിയത്. അവർ കുളിയും മറ്റും കഴിഞ്ഞ് ഒരു 15 മിനിറ്റായപ്പോൾ പുറത്തേക്കിറങ്ങി. പിന്നെ രാധിക അകത്തേക്ക് കയറി. അവൾ ബ്രഷ് ചെയ്തു തുടങ്ങിയപ്പോഴാണ് പുറത്തു നിൽക്കുന്ന ആൾക്ക് താഴെ നിന്ന് ഫോൺ വരുന്നത്. പെട്ടെന്ന് വാർഡിലേക്ക് ചെല്ലാനും പറഞ്ഞ്. അകത്തുനിന്ന് സംസാരം കേട്ട രാധിക അവരോട് വേഗം ചെല്ലാൻ നോക്ക്, ഞാൻ വന്നോളാം എന്ന് പറഞ്ഞ് അവരെ പറഞ്ഞു വിട്ടു. അത് കഴിഞ്ഞ് അവൾ വീണ്ടും ബ്രഷ് ചെയ്തു തുടങ്ങി. അപ്പോഴാണ് പുറത്ത് ആളുകൾ നടക്കുന്ന ശബ്ദം അവൾ കേട്ടത്. വാഷ്റൂമിൻ്റെ പുറത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പതിഞ്ഞ വേഗത്തിൽ നടക്കുന്ന ആ ശബ്ദം കേട്ടതും രാധിക പെട്ടെന്ന് വാഷ്റൂം ഒഴിഞ്ഞു കൊടുക്കാൻ ധൃതിയിൽ പല്ലുതേപ്പും കുളിയും കഴിഞ്ഞ് പുറത്തിറങ്ങി. നോക്കുമ്പോൾ ആ ഫ്ലോറിൽ അവളല്ലാതെ ഒരു ഈച്ച പോലുമില്ല. ആദ്യം രാധിക കരുതിയത് ആരെങ്കിലും MRI എടുക്കാൻ വന്നിട്ട് പോയതായിരിക്കുമെന്നാണ്. പക്ഷെ താൻ കേട്ട കാൽപ്പെരുമാറ്റം വാഷ്റൂമിൻ്റെ പുറത്തുനിന്ന് മാത്രമായിരുന്നു. ആ ശബ്ദം ദൂരേക്കകന്നു പോകുന്നതും താൻ കേട്ടില്ലല്ലോ എന്ന ചിന്ത അവളിൽ കാരണമില്ലാത്തൊരു അസ്വസ്ഥത സൃഷ്ടിച്ചു. തെല്ലൊരു ഭയത്തോടെ അവൾ വന്ന വഴിയെ നടന്നു. പക്ഷെ ഒരു 5 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് ബോധം വന്നത്. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് ഇറങ്ങേണ്ട താൻ 5 മിനിറ്റോളമായി 4ാം നിലയിൽ കിടന്ന് കറങ്ങുകയാണ്. താഴേക്കിറങ്ങാൻ അവൾക്ക് വഴി മനസ്സിലാകുന്നില്ല. ആരോ തൻ്റെ വഴി തെറ്റിക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ആരോ അവളുടെ പിന്നിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത് പോലെ. രാധിക ആകെ വിയർത്തു കുളിച്ചു. എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്നു വിറച്ച് നിൽക്കുമ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത്. ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് ആരോ നിൽക്കുന്നു. നിൽക്കുന്നയാളിൻ്റെ മുഖം വ്യക്തമല്ല. താനല്ലാതെ മറ്റൊരാളെ അവിടെ കണ്ടതിൻ്റെ ആശ്വാസത്തിൽ രാധിക അവിടേക്ക് ഓടിച്ചെന്നു. അവിടെ എത്തിയതും അവൾ അക്ഷരാർത്ഥത്തിൽ അമ്പരന്നുപോയി. അവിടെ അങ്ങനെ ആരുമില്ലായിരുന്നു. നെഞ്ചിടിപ്പോടെ അവൾ ചുറ്റും നോക്കി. അപ്പോഴാണ് അവളെ പൂർണ്ണമായും ഭയത്തിലാഴ്ത്തിക്കൊണ്ട് ആ കാഴ്ച കാണുന്നത്. അല്പം മുമ്പ് അവൾ ഇവിടെ കണ്ട രൂപം ഇപ്പോൾ ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് നിൽക്കുന്നു. ശരീരം ആസകലം മൂടി നിൽക്കുന്ന പച്ച നിറത്തിലുള്ള വസ്ത്രമാണ് ആ രൂപം ധരിച്ചിരിക്കുന്നത്. ഓപ്പറേഷൻ തിയേറ്ററിൽ രോഗിയെ ധരിപ്പിക്കുന്ന പച്ച ഗൗൺ രാധികയ്ക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. അത് ആരാണെന്നറിയാൻ രാധിക വീണ്ടും അവിടേക്ക് നടന്നു. ഭയത്താൽ അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. ആ ഇടനാഴിയുടെ അറ്റത്ത് തന്നെ നോക്കി നിൽക്കുന്ന ആ രൂപത്തിൻ്റെ അടുത്തേക്ക് നടന്നെടുക്കും തോറും മരുന്നിൻ്റെ മനം മടുപ്പിക്കുന്ന ഗന്ധം അവൾക്ക് അനുഭവപ്പെടാൻ തുടങ്ങി. എങ്കിലും പെട്ടെന്ന് തോന്നിയ ധൈര്യത്തിൽ അവൾ അതിനടുത്തേക്ക് നടന്നതും ഒന്നുറക്കെ നിലവിളിക്കാൻ പോലും ആകാത്ത വിധം ഭയന്ന് മരവിച്ചുപോയി അവൾ. അത്രയും നേരം തനിക്ക് മുന്നിലുണ്ടായിരുന്ന ആളെ അവിടെയെങ്ങും അവൾക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇത്രയും നേരം താൻ കണ്ടത് സത്യമാണോ അതോ മറ്റെന്തെങ്കിലുമാണോ എന്ന് തിരിച്ചറിയാനാവാതെ പൂക്കുല പോലെ വിറച്ചു നിൽക്കുമ്പോഴാണ് തനിക്ക് പിന്നിൽ ആരുടെയോ സാന്നിധ്യം അവൾക്ക് അനുഭവപ്പെട്ടത്. വീശിയടിച്ചൊരു നേർത്ത കാറ്റിൽ പറന്ന് തൻ്റെ മുഖത്ത് തട്ടിയ മരുന്നിൻ്റെ മണമുള്ള പച്ച ഗൗണിൻ്റെ തുമ്പ് ഇടം കണ്ണിലൂടെ അവൾ കണ്ടതും രക്തത്തിൻ്റെ ചൂരുള്ളൊരു തണുത്ത നിശ്വാസം അവളുടെ പിൻകഴുത്തിൽ തട്ടി. ഒന്നുറക്കെ കരയാൻ പോലും ആവാതെ ഭയത്തിൻ്റെ ആ എക്സ്ട്രീം ലെവലിലേക്ക് മനസ്സ് പിടിവിട്ട് രാധിക തളർന്ന് താഴേക്ക് വീഴുമ്പോഴാണ് പെട്ടെന്ന് 2 പേർ വാഷ്റൂമിൽ പോകാനായിട്ട് അവിടേക്ക് കയറി വരുന്നത്. അയ്യോ എന്നൊരു നിലവിളിയോടെ ആ സ്ത്രീകൾ ഓടിവന്ന് രാധികയെ നിലത്തു നിന്നും വാരിയെടുത്തു. അവളുടെ മുഖത്ത് തട്ടി അവളെ വിളിച്ചെഴുന്നേൽപ്പിക്കാൻ ശ്രമിച്ചിട്ട് അവൾ ഉണരാത്തത് കണ്ട് അവരിലൊരാൾ പൈപ്പിൽ നിന്ന് കുറച്ച് വെള്ളമെടുത്ത് അവളുടെ മുഖത്ത് തെളിച്ചതും രാധിക ഞെട്ടി കണ്ണു തുറന്നു. പിന്നെ എഴുന്നേറ്റിരുന്ന് കിതച്ചു. എന്താ മോളെ, എന്താ പറ്റിയേ? കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു. അത് കേൾക്കാത്തതുപോലെ രാധിക ഭയത്തോടെ ചുറ്റും നോക്കി. ഇല്ല, കുറച്ചു മുമ്പ് താൻ കണ്ട ആ രൂപം അവിടെയെങ്ങുമില്ല. മോളെ എന്തു പറ്റിയതാണെന്ന് ഇത്തവണ രാധികയെ പിടിച്ചു കുലുക്കിക്കൊണ്ടാണ് അവർ ചോദിച്ചത്. അത് ഒന്നുമില്ല ചേച്ചി, പെട്ടെന്ന് എന്തോ പോലെ തോന്നി. പ്രഷർ കുറഞ്ഞതായിരിക്കും. കണ്ണിലാകെ ഇരുട്ട് കയറിയ പോലെ. പിന്നെ ഒന്നും ഓർമ്മയില്ല. പെട്ടെന്ന് തോന്നിയൊരു കള്ളം അവരോട് പറയുമ്പോഴും രാധികയുടെ ഉള്ളിലെ വിറയൽ മാറിയിരുന്നില്ല.
ആകെ അവശയായ അവളെ ആ സ്ത്രീകൾ തന്നെ അവളുടെ അമ്മയുടെ അരികിലേക്ക് എത്തിച്ചു. അമ്മയ്ക്കരികിലിരിക്കുമ്പോഴും അവൾക്ക് ഉള്ളിലെ പേടി വിട്ടുമാറുന്നുണ്ടായിരുന്നില്ല. പക്ഷെ പകലിലെ തിരക്കുകളിൽ അവൾ ആ സംഭവം മറന്നുകളഞ്ഞു. എങ്കിലും ആ പകലിൻ്റെ അന്ത്യത്തിൽ അമ്മയ്ക്ക് മരുന്ന് വാങ്ങാനായി അവൾക്ക് പുറത്തു പോകേണ്ടി വന്നു. താഴെ നിലയിലേക്കിറങ്ങാനായി ലിഫ്റ്റിൽ നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് തോന്നിയത് ലിഫ്റ്റിൽ തന്നെ കൂടാതെ മറ്റാരോ കൂടിയുണ്ട്. അപ്പോഴാണ് അത്രയും നേരം അവളിൽ ഉറങ്ങിക്കിടന്ന ഭയം വീണ്ടും തലപൊക്കിയത്. അവളുടെ ഭയത്തെ വലുതാക്കിക്കൊണ്ട് വീണ്ടും അതേ മരുന്നിൻ്റെ മടുപ്പിക്കുന്ന ഗന്ധം അവളെ പൊതിയാൻ തുടങ്ങിയതും അവൾ കണ്ണുകൾ ഇറുക്കിയടച്ചു. പിൻകഴുത്തിൽ വീണ്ടും ആ നിശ്വാസം പതിക്കുമ്പോഴാണ് വലിയൊരു ശബ്ദത്തോടെ ലിഫ്റ്റിൻ്റെ ഡോർ തുറന്നത്. പെട്ടെന്ന് തന്നെ അവൾ ചാടി പുറത്തേക്കിറങ്ങി ലിഫ്റ്റിനകത്തേക്ക് പേടിയോടെ നോക്കി. ഇല്ല, അതിനകത്തും ആരുമുണ്ടായിരുന്നില്ല. ഒരു വിധത്തിൽ മരുന്നും വാങ്ങി അമ്മയ്ക്കരികിലേക്ക് ചെല്ലുമ്പോൾ അവൾ ഒന്നുറപ്പിച്ചിരുന്നു, ഇതേക്കുറിച്ച് ആരോടെങ്കിലും അന്വേഷിക്കണം. തനിക്ക് മാത്രമാണോ ഇങ്ങനെയൊരു അനുഭവം എന്നറിയാൻ അവൾ തീരുമാനിച്ചിരുന്നു. അങ്ങനെയാണ് രാത്രിയിൽ ക്ലീനിങ് ചെയ്യാനായി വന്ന ആനി എന്ന സ്ത്രീയോട് രാധിക രഹസ്യമായി തനിക്കുണ്ടായ അനുഭവത്തെപ്പറ്റി പറഞ്ഞത്. അപ്പോഴാണ് ആനി അവളോട് ആ കഥ പറയുന്നത്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഓപ്പറേഷൻ ചെയ്യുന്നതിനിടയ്ക്ക് അമിതമായ രക്തസ്രാവം മൂലം മരണപ്പെട്ട ഒരു പെൺകുട്ടിയുടെ കഥ. ദുർമരണം സംഭവിച്ച ആ പെൺകുട്ടിയുടെ ആത്മാവ് ഇപ്പോഴും ഇവിടെ അലഞ്ഞുതിരികയാണെന്ന് ആനി പറയുമ്പോൾ എല്ലാം കേട്ട് തരിച്ചിരിക്കുകയായിരുന്നു രാധിക. ചേച്ചി ആ ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? തെല്ലു ഭയത്തോടെയാണ് രാധിക ചോദിച്ചത്. അതിനുത്തരമായി കഴുത്തിലെ വെന്തിങ്ങ എടുത്തു കാണിച്ചുകൊണ്ട് ആനി പറഞ്ഞു, വല്ലാർപാടത്തമ്മയുടെ തിരുസന്നിധിയിൽ നിന്നും വെഞ്ചരിച്ചു വാങ്ങിയ വെന്തിങ്ങയാ മോളെ ഇത്. ഇതുള്ളപ്പോൾ ഒരാത്മാവും എൻ്റെ അടുത്തോട്ട് വരില്ല. പക്ഷേ ഇവിടെ പലർക്കും ആ പെങ്കുച്ചിനെ കൊണ്ട് ഉപദ്രവമുള്ളതായി പറഞ്ഞു കേട്ടിട്ടുണ്ട്. ദേ ഇപ്പം മോൾക്കുണ്ടായ അനുഭവം കൂടിയായപ്പോൾ കൂടുതൽ വിശ്വാസമായി. അത്രയും പറഞ്ഞുകൊണ്ട് ബ്രഷും ബക്കറ്റുമായി പോകുന്ന ആനിയെ നോക്കി ആ വരാന്തയിൽ നിൽക്കുമ്പോൾ ഒഴുകി വരുന്ന കാറ്റിൽ നിറഞ്ഞ മരുന്നിൻ്റെ മണം മൂക്കിലേക്കടിച്ചതും ഭയത്തോടെ അവൾ ഓടി അകത്തുകയറി. ബാഗിൽ എപ്പോഴും കൊണ്ട് നടക്കാറുള്ള ദുർഗാദേവിയുടെ ഫോട്ടോയും നെഞ്ചോട് ചേർത്ത് വെച്ച് ഉറക്കം വരാതെ കിടക്കുമ്പോൾ അവൾ കാണുന്നുണ്ടായിരുന്നില്ല ജനാലിലൂടെ അവളെ തന്നെ നോക്കി നിൽക്കുന്ന കരിനീലിച്ച 2 കണ്ണുകൾ. ഇഷ്ടദേവിയുടെ ഫോട്ടോയും നെഞ്ചിൽ ചേർത്ത് വെച്ച് തെല്ലൊരാശ്വാസത്തോടെ രാധിക കിടന്നു. പക്ഷെ അവൾക്ക് ഉറക്കം വരുന്നുണ്ടായിരുന്നില്ല. രാധിക ആലോചിക്കുകയായിരുന്നു, ആനിച്ചേച്ചി പറഞ്ഞതുപോലെ അങ്ങനെ ഒരു ദുരാത്മാവ് ഇവിടെ ഉണ്ടായിരിക്കാം. പലർക്കും അതിനെക്കൊണ്ട് ഉപദ്രവവും ഉണ്ടായിരിക്കാം. പക്ഷെ തന്നെ മാത്രം എന്തുകൊണ്ട് ആ ആത്മാവ് ഇങ്ങനെ പിന്തുടരുന്നത്? അതിനോട് താൻ എന്തു ചെയ്തു? ആലോചിച്ചിട്ട് രാധികയ്ക്ക് ഒരെത്തും പിടിയും കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഓരോന്നാലോചിച്ച് ഭയന്ന് ഉറക്കം വരാതെ കിടക്കുമ്പോഴാണ് നഴ്സിംഗ് റൂമിൽ നിന്നൊരു നേഴ്സ് കയ്യിൽ ട്രൈയും സിറിഞ്ചുമൊക്കെയായി അവിടേക്ക് കയറി വന്നത്. നേഴ്സിനെ കണ്ടതും രാധിക എഴുന്നേറ്റു. ഉറക്കമായിരുന്നോ? സോറി കേട്ടോ, അമ്മയുടെ ബ്ലഡ് എടുക്കണമായിരുന്നു. ഒരു ടെസ്റ്റ് കൂടിയുണ്ട്, അതിന് വന്നതാ. എടുത്തിട്ട് ഇപ്പോൾ പൊക്കോളാം. ഒരു ചെറുചിരിയോടെ രാധികയോട് ക്ഷമാപണം നടത്തിക്കൊണ്ട് ആ നേഴ്സ് പറഞ്ഞു. ഏയ് അതൊന്നും സാരമില്ല, എടുത്തോളൂ, രാധിക പറഞ്ഞു. സിറിഞ്ചിലൂടെ അമ്മയുടെ രക്തം വലിച്ചെടുക്കുന്നത് കണ്ട് രാധിക ചോദിച്ചു, ഇതെന്ത് ടെസ്റ്റിനാണ് സിസ്റ്ററെ? ബ്ലഡ് ടെസ്റ്റിൻ്റെ കാര്യമൊന്നും ഡോക്ടർ പറഞ്ഞിരുന്നില്ലല്ലോ കുറച്ച് മുമ്പ് വന്നപ്പോഴും. ഓ അതോ, കുറച്ച് കഴിഞ്ഞ് എന്നെ ഡോക്ടർ വിളിച്ചു പറഞ്ഞതാണ്. കെരാറ്റിൻ്റെ കൗണ്ട് എന്തോ ഒന്നുകൂടി നോക്കാനുണ്ടെന്ന് പറഞ്ഞിരുന്നു. സിറിഞ്ചിലെടുത്ത രക്തം കയ്യിലെ കുഞ്ഞു ചില്ലുകുപ്പിയിലേക്ക് നിറയ്ക്കുന്നതിനിടയിൽ നഴ്സ് പറഞ്ഞു. ശേഷം ട്രേയും സിറിഞ്ചും മരുന്നുകളുമൊക്കെയായി അവർ പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് തിരിഞ്ഞു നിന്നിട്ട് പറഞ്ഞു, ഒരു ഗുളിക കൂടി അമ്മയ്ക്ക് കൊടുക്കാനുണ്ടായിരുന്നു. എൻ്റെ കൂടെ വരികയാണെങ്കിൽ അത് തന്നുവിടാം. ഇപ്പോൾ തന്നെ കൊടുത്തോളൂ. അത് കേട്ടതും രാധിക അവരോടൊപ്പം പുറത്തേക്ക് നടന്നു. നഴ്സിംഗ് റൂമിലേക്ക് നടക്കുമ്പോൾ ആ നേഴ്സ് രാധികയോട് ചോദിച്ചു, ഇയാൾക്ക് വീട്ടിൽ വേറെ ആരുമില്ലേ? ഒന്നും തോന്നരുത് കേട്ടോ, ഇത്രയും ദിവസമായിട്ടും കൂടെ വേറെ ആരെയും കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. വേറെ ആരുമില്ലേ സിസ്റ്റർ? എൻ്റെ അച്ഛൻ എൻ്റെ കുഞ്ഞിലേ മരിച്ചു പോയതാണ്. ഞാൻ ഒറ്റ മകളാണ്. ഇപ്പോൾ എനിക്ക് അമ്മയും അമ്മയ്ക്ക് ഞാനും മാത്രമേയുള്ളൂ. നോവു കലർന്നൊരു ചിരിയോടെയാണ് രാധിക മറുപടി പറഞ്ഞത്. ആ സമയം കൊണ്ട് അവർ നടന്ന് നഴ്സിംഗ് റൂമിൻ്റെ വാതിൽക്കലെത്തിയിരുന്നു. ഞാൻ ടാബ്ലറ്റ് എടുത്തിട്ട് വരാം, ഇവിടെ നിന്നോളൂ. ആ നേഴ്സ് അത്രയും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. അത് കേട്ടതും രാധിക അവിടെയുള്ള ഒരു കസാരയിലേക്കിരുന്നു. ആ ഇരിപ്പിൽ രാധിക ചെറുതായൊന്ന് മയങ്ങിപ്പോയി. പെട്ടെന്നാണ് അകത്ത് എന്തോ വീഴുന്ന ശബ്ദം അവൾ കേട്ടത്. ഞെട്ടിയുണർന്നു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് മനസ്സിലായത് താനിവിടെ ഇരിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് സമയമായെന്ന്. ഒരു പകപ്പോടെ അവൾ ആ നഴ്സിംഗ് റൂമിൻ്റെ അകത്തേക്ക് നോക്കി. അകത്ത് ആരുടെയോ സംസാരം കേട്ട രാധിക മെല്ലെ എഴുന്നേറ്റ് ആ റൂമിനകത്തേക്ക് കയറി. അവിടുത്തെ കാഴ്ച കണ്ട രാധിക അക്ഷരാർത്ഥത്തിൽ ഞെട്ടുകയാണുണ്ടായത്. വർഷങ്ങളായി ഉപയോഗിക്കാത്ത വിധം പൊടിയും മാറാലയും മൂടിക്കിടക്കുന്നൊരു മുറിയിലാണ് അവൾ നിൽക്കുന്നത്. മുറിയിലെ മഞ്ഞ വെളിച്ചത്തിൽ അവൾ അവിടമാകമാനം കണ്ണോടിച്ചു. പൊടികൊണ്ടു മൂടിയ മുറിയും റാക്കുകളും മേശയും കാലടർന്നുപോയ കസാരകളും നിലത്ത് അങ്ങിങ്ങായി ചിതറിക്കിടക്കുന്ന മരുന്നുകുപ്പികളും സിറിഞ്ചുകളും കാണുന്തോറും അവളിൽ ഭയം നിറയാൻ തുടങ്ങി. സിസ്റ്റർ, സിസ്റ്റർ, അവൾ വിറച്ചുകൊണ്ട് വിളിച്ചു. പക്ഷേ അതിനകത്ത് ആരുമുണ്ടായിരുന്നില്ല. രാധിക വേഗം ഓടി പുറത്തേക്കിറങ്ങി. അപ്പോഴാണ് അവൾ ശരിക്കും ഞെട്ടിയത്. താൻ നിൽക്കുന്നത് താഴത്തെ നിലയിലെ നഴ്സിംഗ് റൂമിലല്ല,
ഏകദേശം 5 ഏക്കറോളം വരുന്ന സ്ഥലത്തായി വ്യാപിച്ചു കിടക്കുന്ന ഹോസ്പിറ്റൽ സമുച്ചയത്തിൻ്റെ ഉപയോഗശൂന്യമായി കിടക്കുന്ന പഴയ പാലിയേറ്റീവ് കെയർ കെട്ടിടത്തിൻ്റെ കോറിഡോറിലാണ്. ഇരുട്ടുമൂടി കിടക്കുന്ന ആ നീണ്ട ഇടനാഴിയിലൂടെ അവൾ എങ്ങോട്ടെന്നില്ലാതെ ഓടി അണച്ചു വന്നു നിൽക്കുന്നതെല്ലാം ഒരേ ഇടത്തിൽ തന്നെയാണെന്ന് ഒരു ഞെട്ടലോടെ അവൾ തിരിച്ചറിഞ്ഞു. പെട്ടെന്നാണ് ആ ഇടനാഴിയുടെ അങ്ങേയറ്റത്ത് ചെറിയൊരു ശബ്ദത്തോടെ ഒരു ബൾബ് പ്രകാശിച്ചത്. മങ്ങിയ വെളിച്ചം വിതറി അതങ്ങനെ കിടന്നു. ഒരു വിറയലോടെ രാധിക അങ്ങോട്ടേക്ക് നോക്കി നിൽക്കുമ്പോഴാണ് ആരുടെയോ നിഴൽ ഭിത്തിയിൽ പതിയുന്നത് അവൾ കണ്ടത്. രാധിക ശ്വാസമടക്കി പിടിച്ചു നിന്നു. പെട്ടെന്ന് അവിടെ ഒരു കാറ്റ് വീശാൻ തുടങ്ങി. തനിക്ക് മുന്നിലെ ആ മഞ്ഞ വെളിച്ചം ഇടയ്ക്കണഞ്ഞും ഇടയ്ക്ക് തെളിഞ്ഞും അവളിൽ ഭീകരത സൃഷ്ടിച്ചു. പിന്നെ ആ വെളിച്ചം പൂർണ്ണമായും അണഞ്ഞു. നാവ് കുഴഞ്ഞ് ഒന്നുറക്കെ നിലവിളിക്കാൻ പോലും ആകാതെ ആകെ തളർന്നങ്ങനെ നിൽക്കുമ്പോഴാണ് വീശിയടിക്കുന്ന കാറ്റിൽ നിറയുന്ന മരുന്നിൻ്റെ രൂക്ഷഗന്ധം അവളുടെ മൂക്കിലേക്ക് തുളച്ചു കയറാൻ തുടങ്ങിയത്. നിന്നിടത്തു നിന്നും അനങ്ങാൻ കഴിയാതെ അങ്ങനെ നിൽക്കുമ്പോഴാണ് തൻ്റെ വലതു ചുമലിൽ ഒരു കൈസ്പർശം അവൾ അറിയുന്നത്. ആ കൈയിൽ നിന്ന് അരിച്ചിറങ്ങുന്ന തണുപ്പിൻ്റെ സൂചിക്കുത്തേറ്റ് അവൾ പിടഞ്ഞുപോയി. അതോടൊപ്പം പിൻകഴുത്തിൽ വന്നു തട്ടുന്ന ചോരയുടെ കെട്ടഗന്ധമുള്ള കനത്ത നിശ്വാസം. സ്വന്തം മരണം മുന്നിൽ കണ്ടു നിൽക്കുമ്പോഴാണ് അവളുടെ ചെവിയോരം ഒരു മന്ത്രണം പോലെ ആരോ അവളുടെ പേര് വിളിച്ചത്. രാധികയെ. അത് കേട്ടതും അലറി വിളിച്ചുകൊണ്ടവൾ എങ്ങോട്ടെന്നില്ലാതെ ഓടി അവൾ ചെന്നെത്തിയത് അവൾ എവിടെ നിന്ന് തുടങ്ങിയോ അവിടെ തന്നെയായിരുന്നു. ആ പാലിയേറ്റീവ് കെയർ കെട്ടിടത്തിലെ പൊടി പിടിച്ച അതേ മുറിയിൽ. തനിക്ക് മുന്നിൽ നടക്കുന്ന അവിശ്വസനീയമായ കാഴ്ചകളിൽ ഭയന്ന് ആ മുറിയുടെ ഒരു മൂലയിലേക്ക് അവൾ ചുരുണ്ടിരുന്നു. മുട്ടുകാലുകളിൽ മുഖം അമർത്തി ചെവികൾ രണ്ടും അടച്ചു പിടിച്ചിരുന്ന് അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു. പെട്ടെന്നാണ് മുറിയിൽ ഒരു കാൽപെരുമാറ്റം അവൾ കേട്ടത്. മെല്ലെ കണ്ണുകൾ തുറന്നു നോക്കുമ്പോൾ അവൾ കാണുന്നത് തനിക്ക് മുന്നിൽ നിൽക്കുന്ന 2 കാലുകളാണ്. കറുത്ത് കരിനീരിച്ചു പൊട്ടിയ ഞരമ്പുകളിൽ നിന്ന് ഒലിച്ചിറങ്ങിയ ചോര ഉണങ്ങിപ്പിടിച്ച 2 കാലുകൾ. ഒരു നിലവിളിയോടെ പെട്ടെന്നുള്ളൊരു ധൈര്യത്തിൽ രാധിക ചോദിച്ചു, "ആരാണ് നീ? എന്തിനാണ് എന്നെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്?" അതിനു മറുപടി എന്ന വണ്ണം വല്ലാത്തൊരു മുരൾച്ച അവിടെ ആകെ നിറഞ്ഞു. "നിനക്ക് എന്നെ അറിയില്ല അല്ലേ?" മുരണ്ടുകൊണ്ടാണ് ആ ചോദ്യം രാധികയുടെ കാതിലെത്തിയത്. "ഞാൻ നിന്നോട് എന്ത് ചെയ്തു? ഒരു തെറ്റും നിന്നോട് ചെയ്യാത്ത എന്നെ എന്തിനാണിങ്ങനെ ദ്രോഹിക്കുന്നത്?" രാധിക അലറി. പെട്ടെന്ന് അന്തരീക്ഷത്തിൻ്റെ ഭാവം മാറി. അതിശക്തമായി കാറ്റ് വീശാൻ തുടങ്ങി. എടുത്തെറിഞ്ഞതുപോലെ രാധിക ഭിത്തിയിലടിച്ച് താഴേക്ക് വീണു. അവളുടെ അലറിയുള്ള കരച്ചിലിനേക്കാൾ ഉച്ചത്തിൽ ഒരു പെണ്ണിൻ്റെ സ്വരം അവിടെ മുഴങ്ങി. "നീ എന്നോടൊരു തെറ്റും ചെയ്തിട്ടില്ല അല്ലേ? എൻ്റെ പേര് പറഞ്ഞാൽ നിനക്ക് എന്നെ മനസ്സിലാവില്ല. എങ്കിലും പറയാം, എൻ്റെ പേര് കൃഷ്ണ. 3 മാസം മുമ്പുണ്ടായ ഒരു ആക്സിഡൻറ്റ് നിനക്ക് ഓർമ്മയില്ലേ? അലക്ഷ്യമായി കാർ ഓടിച്ച് നീ ഒരു സ്കൂട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചത് ആ പെൺകുട്ടിയാണ് ഞാൻ." പെട്ടെന്നാണ് രാധികയ്ക്ക് 3 മാസങ്ങൾക്ക് മുമ്പുണ്ടായ ആ ആക്സിഡൻറ്റ് ഓർമ്മ വന്നത്. ഏറെക്കാലമായി ആഗ്രഹിച്ച ജോലി കിട്ടാനുള്ള ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ സമയത്തിന് തന്നെ അവിടെ എത്തിച്ചേരാനുള്ള വ്യഗ്രതയിൽ കാർ വായിക്കുമ്പോൾ എതിരെ വന്ന സ്കൂട്ടിയെ ഇടിച്ചു തെറിപ്പിച്ചിട്ടും റോഡിൽ ചോരയിൽ കുളിച്ചു പിടയുന്ന ജീവനെ കണ്ടിട്ടും കാണാത്തതുപോലെ താൻ പോയ ആ ദിവസം. ഒരു ഞെട്ടലോടെ അതോർത്തുകൊണ്ട് രാധിക അങ്ങനെ ഇരിക്കുമ്പോഴാണ് വീണ്ടും ആ സ്വരമുയർന്നത്. "അതെ, അന്ന് ആ റോഡിൽ ജീവന് വേണ്ടി പിടഞ്ഞിട്ടും നിനക്ക് നേരെ കൈ നീട്ടിയിട്ടും എന്നെ ഒന്ന് തിരിഞ്ഞുപോലും നോക്കാതെ നീ പോയി. ഓടിക്കൂടിയ ആരൊക്കെയോ ചേർന്ന് എന്നെ ഇവിടെ എത്തിച്ചു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ് അന്ന് ഓപ്പറേഷൻ ടേബിളിൽ രക്തം വാർന്നു മരിക്കുമ്പോൾ വീട്ടിൽ എന്നെയും കാത്തിരിക്കുന്ന എൻ്റെ അമ്മയുടെ മുഖമായിരുന്നു മനസ്സ് നിറയെ. അന്ന് തൊട്ട് ഞാൻ നിന്നെ തേടി അലയുകയായിരുന്നു. ഇന്നിപ്പോൾ വിധി നിന്നെ ഇവിടെ കൊണ്ടെത്തിച്ചു. ഇന്നെൻ്റെ പ്രതികാരത്തിൻ്റെ ദിവസമാണ്. ഏകമകൾ മരണപ്പെട്ട വേദനയിൽ ഉരുകിയുരുകി എൻ്റെ അമ്മ ജീവിക്കുന്നത് പോലെ നിന്നെ ഓർത്ത് നിൻ്റെ അമ്മയും ജീവിക്കണം." അത്രയും പറഞ്ഞുകൊണ്ട് ഒന്നുറക്കെ നിലവിളിക്കാൻ പോലും സമയം കൊടുക്കാതെ കൃഷ്ണ രാധികയെ ഒരു പൂച്ചക്കുഞ്ഞിനെ തൂക്കിയെടുക്കുന്നത് പോലെ എടുത്ത് താഴേക്കെറിഞ്ഞു. ഒരു അലർച്ചയോടെ താഴേക്ക് വീണ രാധിക ഏതാനും നിമിഷങ്ങൾ പിടഞ്ഞിട്ട് മെല്ലെ കണ്ണടയ്ക്കുമ്പോൾ അവൾ കണ്ടു അവൾക്ക് മുന്നിൽ ഒരു ചിരിയോടെ നിൽക്കുന്ന കൃഷ്ണയെ. പ്രതികാര പൂർത്തീകരണത്തിൻ്റെ ആ രാത്രി ഇരുട്ടി വെളുത്തത് വലിയൊരു വാർത്തയുമായാണ്. ഹോസ്പിറ്റൽ കെട്ടിട സമുച്ചയത്തിൻ്റെ 6ാം നിലയിൽ നിന്ന് വീണ് IT പ്രൊഫഷണലായ യുവതിക്ക് ദാരുണാന്ത്യം.